Sabadi. How are you? I'm fine. You? I'm tired. Huh? അവിടെ നിന്നാണ് ഞാൻ എന്നും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മുടെ കിച്ചൺ, ഇത് താഴത്തെ ഹോസ്റ്റൽ, അത് മേളിലത്തെ ഹോസ്റ്റൽ, ഇവിടെ റിസപ്ഷൻ. താങ്ക് യു. ബൈ. ഗുഡ് മോർണിംഗ് മക്കളെ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ലുവാങ് പ്രവാങ്ങിലെ 3 ദിവസം കഴിഞ്ഞു. 2 ദിവസവും 3 രാത്രിയും കഴിഞ്ഞു. ഇപ്പോൾ 3ാമത്തെ ദിവസമാണ്. നമ്മൾ നേരെ വിയൻറ്റിയനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിയൻറ്റിയൻ, ലാവോസിൻ്റെ ക്യാപിറ്റൽ സിറ്റി. ഇവിടെ നിന്ന് ഏതാണ്ട് 300 കിലോമീറ്റേഴ്സ് ഉണ്ട്. ആൻഡ് വളഞ്ഞു തിരിഞ്ഞുള്ള വഴികളാണ്. 5-6 മണിക്കൂർ എടുക്കും. ഐ ഡോണ്ട് നോ. ആസ് യൂഷ്വൽ 11 മണിയായി ഞാൻ ഇറങ്ങിയപ്പോഴത്തേന്. ഇപ്പോൾ 11 മണി ഇറങ്ങിയതേ ഉള്ളൂ. രാവിലെ പക്ഷേ 5 മണിക്ക് എഴുന്നേറ്റു. നമ്മുടെ ഡോറസ് പോകുമായിരുന്നു ടു തായ്ലൻഡ്. അപ്പോൾ രാവിലെ ഞങ്ങൾ 2 പേരുടെ ഹോസ്റ്റലിൻ്റെ പുറത്ത് പോയി ഒരു ടുക് ടുക്ക് പിടിച്ചു. അതിന് നേരെ എയർപോർട്ടിലോട്ട് കയറ്റി വിട്ടു. ആൻഡ് നൗ ഐ ആം ഓൺ മൈ വേ ടു വിയൻറ്റിയൻ. ആണോ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടത്? അവിടം വരെ എത്തിയില്ലെങ്കിൽ വാൻവ്യാങ്ങിൽ നിൽക്കാവുന്ന പ്ലാൻ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പ്ലാൻ പോലെ തന്നെ പകുതിക്ക് നിൽക്കും. രസമായിരുന്നു ഈ ഹോസ്റ്റലിൽ 2-3 ദിവസങ്ങൾ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നല്ല കൂൾ ആൾക്കാരെ കണ്ടു. അവരോട് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഡോറിസ് എസ്പെഷ്യലി ഇന്നലെ ഞങ്ങൾ കംപ്ലീറ്റ്ലി ഒരുമിച്ചായിരുന്നു കറക്കം. ഇന്നലെ മിനിഞ്ഞാന്നും. സോ താങ്ക് യു ഡോറിസ് ഫോർ ഓൾ ദ അടിപൊളി മെമ്മറീസ്. അടിപൊളിയായിരുന്നു. എനിക്കൊരു ഗിഫ്റ്റും തന്നു, ഒരു കുഞ്ഞാന. സോ ഇത് ചൈനയുടെ ലാവോസിൻ്റെ മെമ്മറിയാണ് ഇപ്പോൾ എനിക്ക്. രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻ. പിന്നെ രാവിലെ ഞാൻ ഇറങ്ങാൻ നേരം ഇവിടെ നോർമലി നമ്മൾ 1 കുപ്പി വെള്ളം മേടിക്കുകയാണെങ്കിൽ ഇവിടുത്തെ 5000 കിപ്പാണ് കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ഹോസ്റ്റലിൽ കൊടുക്കാം, അവർ റീഫിൽ ചെയ്ത് തരും. അതിന് 2000 ആണ്. എൻ്റെ 1 ലിറ്റർ കുപ്പി ആയതുകൊണ്ട് 1000 വാങ്ങിച്ചുള്ളൂ ഇന്നലെ. ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഇച്ചിരി വെള്ളം ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് നോ പൈസ ഒന്നും വേണ്ട. 1000 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചെറിയ എമൗണ്ടേ ഉള്ളൂ. പക്ഷേ വാസ് ലൈക്ക് ഒന്നും വേണ്ട. എങ്ങനെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു ഹിച്ചായി. ഗുഡ് ലക്ക്. ഞാൻ പറഞ്ഞു ഞാൻ പിന്നെയും വരാമെന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് ഐ എം കമ്മിങ് ബാക്ക് ടു ലുവാങ് പ്രവാങ്, സെയിം ഹോസ്റ്റലിൽ പോകും. അപ്പോൾ ഇന്നത്തെ യാത്ര തുടങ്ങാം. ഇവിടെ എല്ലാം ഒരുപാട് കളറുണ്ട്. ശരിക്കും ഒരു ടൂറിസ്റ്റിക് സിറ്റി തന്നെയാണ് ലുവാങ് പ്രവാങ്. ഒരുപാട് ഗസ്റ്റ് ഹൗസസും ഹോസ്റ്റൽസും എല്ലാം ഉണ്ട്. പക്ഷേ ലക്കിലി ഞാൻ ചെന്ന ഗസ്റ്റ് ഹൗസ് അടിപൊളിയായിരുന്നു. സൂപ്പർ സ്ഥലമായിരുന്നു. അടിപൊളി ആൾക്കാരും കിട്ടി. ഞാൻ ലാവോസിൽ അല്ലെ സൗത്ത് ചൈനയിൽ എത്തിയപ്പോൾ മുതൽ പറയുന്ന കാര്യമാണ്, ശരിക്കും നമ്മുടെ നാട് പോലെയാണെന്ന്. നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ബാക്ക്ഗ്രൗണ്ടിൽ കോഴി കൂവിയ സൗണ്ട് കേട്ടോ ആരെങ്കിലും? ഇത് ശരിക്കും നമ്മുടെ നാട് തന്നെയല്ലേ? ഒറ്റ വ്യത്യാസം, ലാവോസിൻ്റെ ഫ്ലാഗും ഒരു കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗും തൂക്കി കിടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ലാവോസ് ലോകത്തെ അവസാന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഒന്നാണ്. ഞാനിപ്പോൾ ഏതുവഴിയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ പിടിയില്ല. മാപ്സ് മീ എന്നെ അങ്ങ് കൊണ്ടുപോവുകയാണ്. ചാർലി പറയുന്ന പോലെ ഈ കാലം എന്നെ കൊണ്ടും കൊണ്ടുപോകാന്ന് പറഞ്ഞോളൂ. ഈ മാപ്സ് മീ എന്നെ എങ്ങോട്ടൊക്കെ ഞാൻ കൊണ്ടുപോകണം. കാരണം നമുക്ക് മെയിൻ സിറ്റിയിൽ നിന്ന് ഹിച്ച് ഹൈക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെങ്ങനെയെങ്കിലും പുറത്തിറങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഐ ഹോപ്പ് പുറത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി വഴി. ഐ മീൻ ഇതൊരു രസമാണ്. സിറ്റി സെൻറ്ററിൽ നിന്ന് ഹിച്ച് ഹൈക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ നമ്മളവിടെ നിൽക്കേണ്ടി വരും. വരുന്നതിൽ പകുതിയും ടാക്സി ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ ബൈക്കുകളായിരിക്കും. ബൈക്കിൽ ഇതെല്ലാം കൂടെ കയറ്റി വെച്ച് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ വരുമ്പോഴത്തേന് ആ സമയം നമുക്ക് നടന്നങ്ങ് പോവാം. ഒരു 4 കിലോമീറ്റർ ഉണ്ട് സിറ്റിനകത്ത് പുറത്തിറങ്ങാൻ. ഇനി 1.5 മോർ. ഇറ്റ്സ് ഓക്കെ. നല്ല ലഗേജും ഐ മീൻ നല്ല വെയിറ്റ് ഉണ്ട് ഇപ്പോൾ എൻ്റെ ബാക്ക് പാക്കിന്. എല്ലാ സാധനങ്ങളും അതിനകത്ത് കയറ്റി വെച്ചിട്ട്. ബട്ട് നോ പ്രോബ്ലം. എല്ലാം നല്ല അടിപൊളി മെമ്മറീസ് ആയതുകൊണ്ടാണ് ഞാൻ അകത്ത് തന്നെ വെച്ചേക്കുന്നത്. ഒന്നും കളയാൻ തോന്നുന്നില്ല. ഈ ജീൻസ് അവൻ്റെ സേവനം ഏതാണ്ട് അവസാനിപ്പിക്കാറായി. പക്ഷെ എന്നാലും ഞാൻ നാട്ടിൽ വരെ കൊണ്ടുവരും. ചെറിയൊരു റോഡ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സബായി ചെറിയ റോഡ്. ഇത് മെയിൻ റോഡൊന്നും ആയിട്ടില്ല. ഇനി ഇവിടെ നിന്നും പോകണം. ലെറ്റ്സ് ഗോ. 6 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. ഞാനതിനെ 2ആയിട്ട് അങ്ങ് തിരിച്ചു. മാപ്സ്മിക്കും എനിക്കും ഒരു ആശ്വാസമാകാൻ വേണ്ടി. 6 കിലോമീറ്റർ എന്നൊക്കെ കാണുമ്പോൾ നടക്കാൻ തോന്നത്തില്ല രാവിലെ. ഗുഡ് സബായി. രാവിലെ എല്ലാവരും കടയൊക്കെ സെറ്റപ്പ് ആക്കുകയാണ്.
സബായതി. ഗുഡ് മോർണിംഗ്. ഹായ് സബായതി. അടിപൊളി സൂപ്പർ മനുഷ്യരാണ്. നമ്മൾ സബായതി എന്ന് പറഞ്ഞാൽ മതി. വി ആർ സോ ഹാപ്പി. ഐ മീൻ ഞാനും. ഇതാണല്ലോ എല്ലാ രാജ്യത്തും പോയ നമ്മുടെ മെയിൻ പരിപാടി. സലാം, നീഹാവ്, ഇപ്പം സബായതി. രാവിലെ നമ്മുടെ മസ്ദ ഒരെണ്ണം കിടക്കുന്നത് കണ്ടിട്ട്, മസ്ദ 3 ലക്ഷറി ഒരെണ്ണം കിടക്കുന്നത് കണ്ടിട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈസ് എ പോളി ഫീലിംഗ് ഫോർ മീ. ദാറ്റ് മേക്സ് മീ സോ ഹാപ്പി. ഐ ഡോണ്ട് നോ വൈ. ഹൈ സബായതി. ഹൈ ഹൈ. സ്കൂൾ പിള്ളേർ വരെ ഇവിടെ സ്കൂട്ടറൊക്കെ ഓടിച്ചിങ്ങനെ നൈസായിട്ട് നടക്കുകയാണ്. നൈസ്. രാവിലെ എൻ്റെ ഊപ്പാടുള്ള 7-8 കിലോമീറ്റർ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ യാത്ര സ്മൂത്ത് ആയിരിക്കും എന്ന് വിചാരിക്കാം. ഐ റിയലി ഹോപ്പ്. നാലുവാങ് ബസ് സ്റ്റേഷൻ എത്തി. ബസ് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രലോഭിതരാവരുത്. വി ഹാവ് എ മിഷൻ ടു കംപ്ലീറ്റ്. ഐ മീൻ മിഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ ചുമ്മാ രസത്തിന് അങ്ങ് ഹിച്ചാക്ക് ചെയ്യുന്നതേ ഉള്ളൂ. സോ ദാറ്റ്സ് ദ ബസ് സ്റ്റേഷൻ. ആൻഡ് ബസ്സൊക്കെ ഭയങ്കര ചീപ്പാണ്. എന്നാലും ഇതൊരു രസമല്ലേ. ബസ്സിലൊക്കെ നമുക്ക് പിന്നെ കയറാം. ടൈം കിടക്കുമല്ലേ. ഇപ്പോഴത്തെ ഒരു ഓളത്തെ അങ്ങ് ഹിച്ചാക്കിയത് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇത്രയും വന്നില്ല. ഇനിയിപ്പോൾ നാട്ടിലോട്ട് പോകാനാണോ പോയത്? ആളിതാ എത്തി. 2 വളവ് കഴിഞ്ഞാൽ നാടെത്തി. തായ്ലൻഡും മ്യാൻമാറും കഴിഞ്ഞാൽ നാടെത്തി. കുറച്ച് ദിവസങ്ങൾ മുമ്പ്, 1 മാസം പോലും പോയില്ലേ, ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തജിക്കിസ്ഥാനിലെ നമ്മുടെ മുർഗാവിലും ചൈനയിലെ ചെങ്ഡുവിലും, ചെങ്ഡു അല്ല, ഉലുംചിലെ പറഞ്ഞ ഓർമ്മയില്ലേ, സൂര്യനെ ഒന്ന് കണ്ടാൽ മതിയെന്ന്. ഇച്ചിരി വെയിൽ കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ആവശ്യത്തിലധികം കിട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ബിയർ തോലിക്കുകയാണ്. ഭയങ്കര ചൂട്. ഐ ആം എൻജോയിങ് ഇറ്റ്. പക്ഷെ നല്ല ടയർഡ് ആവുന്നുണ്ട്. 8 കിലോമീറ്റർ രാവിലെ ചുമ്മാ ഇതും നോക്കിയിട്ടുണ്ട് നടക്കുന്നത്. ഇതിപ്പോൾ 10-15 കിലോ ഉണ്ട്. അതിനും കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഞാനത് നോക്കുന്നില്ല. നോക്കിക്കഴിഞ്ഞാലേ ഭാരം കൂടിയ പോലെ തോന്നും. ഇപ്പോൾ തൽക്കാലം ഇതുകൊണ്ട് അങ്ങ് നടക്കുകയെന്നേ ഉള്ളൂ. ഇനിയും പോകണം 920 മീറ്റേഴ്സ്. അവിടുന്ന് പിന്നെ നമുക്ക് വണ്ടി കിട്ടുമെന്ന് തോന്നാം. ഒരു പെട്രോൾ സ്റ്റേഷനാണ്. ഇവിടുത്തെ പെട്രോളിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇറ്റ് ഈസ് 9870. ഇവിടുത്തെ കിപ്പ് $1.11. നമ്മുടെ നാട്ടിലെ ഒരു 80 രൂപ അപ്രോക്സ്. എല്ലായിടത്തും പെട്രോൾ വില ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഇതുവഴി ബൈക്കിൽ പോകാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ചുമ്മാ ഒരു ഐഡിയക്ക്. ഗൾഫിൽ നിന്ന് ബൈക്കിലേക്ക് പോകാൻ പ്ലാൻ ഉള്ളവരൊക്കെ ഉണ്ട്. സോ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചു. നടന്ന് നമ്മൾ സിറ്റിയുടെ പുറത്തിറങ്ങി എവിടെയോ എത്തി നിൽക്കുകയാണ്. ഇവിടുന്ന് ഇനി 10 കിലോമീറ്റർ ഉണ്ട് മെയിൻ റോഡിലോട്ട്. പക്ഷെ അതൊരു സിംഗിൾ റോഡാണ്. അപ്പോൾ അങ്ങോട്ട് എത്തുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും കയറ്റുമായിരിക്കും. ഇതിപ്പം സോമേച്ചിയുടെ ഫാർമസി വരെ എത്തി. ഓക്കെ, ഇനി 10 കിലോമീറ്റർ ടു മെയിൻ റോഡ്. പിന്നെ അവിടുന്ന് വിയൻഡൻ വരെ ഒരുപാടുണ്ട്. ലാവോയിൽ ഹിച്ച് ഹൈക്കിങ് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് ആൾക്കാർ പറയുന്നതിൽ വലിയ തെറ്റില്ല. 10-15 മിനിറ്റ് ഞാനിവിടെ നിൽക്കുന്നു. ആരും നിർത്തുന്നില്ല. ഐ മീൻ 10-15 മിനിറ്റിൽ വണ്ടി കിട്ടുക നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോലും പാടില്ല. അതിനകത്ത് വണ്ടി ഈസ് കമ്മിങ്. പക്ഷേ ആ വണ്ടി അകത്തോട്ടാണ്. ഹായ് ഹായ്. ഞാനിപ്പോൾ നിന്ന സ്ഥലം അത്ര നൈസ് അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോരുന്നു. അതൊരു വളവും കൂടാ. ഞാൻ ചെറിയൊരു തണൽ കണ്ടു നിന്ന് അവിടെ. ഈ പോകുന്ന വഴിക്ക് അവിടെ ആ ബൈക്ക് നിർത്തിയിട്ടേക്കുന്നിടത്തൊരു തണലുണ്ട്. ഓൾസോ ഇച്ചിരി റോഡും കൂടെ ഉണ്ട്. ആർക്കെങ്കിലും വണ്ടി ചവിട്ടണമെന്ന് തോന്നിയാൽ ചവിട്ടി നിർത്താം. സോ ഇതാണ് ബെറ്റർ സ്ഥലം. ഹലോ. ഓ, ഞാൻ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ആരെങ്കിലും വണ്ടി നിർത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ഇവിടെ. ചിരിച്ചു കാണിച്ചു അറ്റ്ലീസ്റ്റ്. ഹലോ സവാദി. അടിപൊളി. കുറച്ച് പിള്ളേരെങ്കിലും വന്നു കമ്പനിക്ക്. Another one is coming. Let's try our luck. Oh yeah. Hi. Hello. Hey. Hey. രണ്ടാമത്തെ ഫ്ലൈറ്റും പോയി. And I'm still here. ആരെങ്കിലും സഹായിക്കണം പ്ലീസ്. ഒരു മനുഷ്യനെ ഇവിടുന്ന് സഹായിക്കുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചെടുത്തു. ലാവോസ് തിരിച്ചയക്കാൻ പാടാതെ ലാവോസ് തിരിച്ചയക്കാൻ പാടാതെ. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഡോർസ് വന്ന കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്ക് അത് ഓരോ തിന്നുകൊണ്ട് നിൽക്കുക, ഇല്ലേ ബോറടിക്കും.
വണ്ടി നിർത്തുന്നില്ലെങ്കിലും എല്ലാവരും ചിരിച്ചു കാണിക്കുന്നുണ്ട്. ദാറ്റ്സ് എ ഗുഡ് തിങ് അറ്റ്ലീസ്റ്റ്. അരമണിക്കൂറായി, ആരും നിർത്താൻ ലക്ഷണം കാണുന്നില്ല. സോ വെറുതെ ഡ്രസ് പഠിച്ചിരിക്കാതെ അകം വെട്ടാമെന്ന് വിചാരിച്ച് ഇവിടെ നിന്നുണ്ട്. നമുക്ക് ഫ്രീ ടൈം ഉണ്ട്. ഹോസ്റ്റലിലൊക്കെ ഇരുന്നുള്ള സമയം വെറുതെ പാഴാക്കിയിട്ട് ഇങ്ങനെ റോഡിൽ ഇരിക്കുമ്പോൾ മുടിയല്ല നഖം വെട്ടാം. ഹലോ സവാദി. ഹലോ യങ് ബോയ്സ്. സവാദി. അമ്മരെന്നെ മൈൻഡ് ചെയ്തില്ല. ഓക്കെ, ലെറ്റ് മീ കണ്ടിന്യൂ മൈ ജോലി. റൈഡ് കിട്ടി. ചൈനീസ് ആയിട്ട്. താങ്ക് യു ഷെയ് ഷെയ്. That's the only 2 words I know in Chinese. ഷെയ് ഷെയ് and ni hao. What's your name? You can call me Atan. Atan. Tan. Dan. Tan. Dan. That's cool name. Dan. My name is Albin. Albin. I'm from India. India. Yeah. I was in China last week. You went to China? I went to China. Last week? Yes. Where? That's a Chinese, right? No, Yes, no. yes. Chinese, yeah. Chinese Motorbike. I came from Tajikistan. Oh. So I was in Xinjiang. Pakistan. Huh? No, Tajikistan. the West of China. Xinjiang. Kashgar, Urumqi. Kashgar. Kashgar. Xinjiang. Uyghur people. Uyghur. You don't know? I'm really from China. Uyghur Muslims. Ulu. Ulu. Ulumqi. Yeah, Ulumqi. Xinjiang. Yeah. Maybe I don't know the English name. Okay. Ulumqi. Kashi. Not Kashgar. Kashi in Chinese. I'm sorry. Then Chengdu. Oh, my. Your place? This car. This car is from Chengdu. Oh, nice. Chengdu car. Chengdu. And Cool. anywhere? Then after Chengdu, I went to Yichang. Yichang. Oh. Yeah, I have some friends there. They are studying there. Chengdu and Yichang. Then Kunming. Kunming. Mangla. Mangla. Jinghong. To Lao. Okay. Boten. First Boten. Border. Boten. Then Luanamda. How you came? Like this. Stopping car. Okay. Hitchhiking. And now I'm going Chengdu is not far away from your home. Yes. Oh, nice. About 200 kilometers. 200 kilometers. What's your place name? Sweden. Like Sweden. Sweden. Yes, Sweden. Nice. How is Lao? What are you doing here? Are you a traveler? No. You're working? I'm working here. Yes. What's your job? The railway. Railway. Okay. China is constructing railway here. Yes. Yeah. From Kunming to Thailand. To Vientiane. Vientiane. Okay. Capital of Lao. കുൻമിങ്ങിലാണ് നമ്മൾ അന്ന് ട്രെയിൻ ലാസ്റ്റ് പോയി ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ട്രെയിൻ ഇല്ല. സോ വി ഹാവ് ടു ടേക്ക് എ ബസ്. അപ്പോൾ അവിടുന്ന് വിൻറ്റിയൻ, ഞാനിപ്പോൾ പോകുന്ന ലാവോയുടെ ക്യാപിറ്റൽ വരെ ചൈന ഈസ് കൺസ്ട്രക്ടിങ് റെയിൽവേ. ഗുഡ് ജോബ് ചൈന, ഗുഡ് ജോബ്. Thank you. Yeah, you guys are doing good things. 47 മിനിറ്റിന്റെ കാത്തിരിപ്പിനൊടുവിൽ we got a ride. He helped me. And പുള്ളി ഒരുപാട് ദൂരമില്ല, എന്നെ മെയിൻ റോഡ് വരെ വിടാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വേറെ എങ്ങോട്ടാണ് പോകുന്നത്. ഇച്ചിരി ദൂരം ഉണ്ടോ നമുക്ക് സഞ്ചരിക്കാൻ? എല്ലാവരും റെഡി അല്ലേ? Because in China you don't have YouTube. This one, YouTube. To watch videos like TikTok, Baidu. Baidu is not the videos. Baidu is like Google. Not It's like Google Oh yes. to search. Like Google. Videos. So what do you use? Sohu. Oh, Sohu. And Sohu. TikTok. You have
TikTok, right? But I think you call it some other name. No, I don't have TikTok now. Seihu. So YouTube. YouTube. Yeah. This is Baidu. That's for Like, searching. so like Google. Google, yes. Google. And this is YouTube. Which You're one? going out of the road. It doesn't matter. Yeah. YouTube To watch YouTube. videos. 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 Nice. This one is iQIYI. IG. iQIYI. Yes. And WeChat, of course. WeChat. WeChat. Everything in China, WeChat. Yes. WeChat Pay, you know. Yeah, I know. So after Spring Festival, Who's that? President? Chinese president? New Year, Chinese New Year. Chinese he New told Year. me, Okay. but I can go home. Okay. Your boss told me you can go home. Yeah, has to stay here. Okay. So that's I'm happy. Oh, you're happy. It's cool. But Laos is a good place. Laos, No war. it's a good place. Good place. Yeah. Luang Prabang, nice place. Prabang. Yeah. I like it. Good weather. Oh, no, weather is not good now. But good nature, Nature. green, good food. It's cheap. People are nice. Chinese people are also. South of China is same like Laos. Jinghong, Mangla, it's Yeah. same like this. Yes. Yeah. അപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരുപാട് ചൂടില്ലാത്തടത്തോണ്ട് നിർത്തി തരാമോ. തണലുള്ളടത്ത്. Thank you so much. Shuji, you're amazing. Have a good time. Thank you so much, brother. Shay. See you again. See you. Do you have Facebook? Yes. Yeah, I can add you Facebook. Now we are friends on Facebook. Let's be in touch. See you. I'll accept you. Now I don't have internet. Now no internet. Okay. Once I go to Vientiane. Okay, bro. Bye. Bye. You too. Enjoy. Bye. Wow. അടിപൊളി ചൈനക്കാരൻ. So happy to see him in Laos. They might meet him again. Sabadi. Sabadi Lu. ഇങ്ങനെ നമ്മൾ തിരിച്ചു പറയണം. Now where is my second ride? Where is my second ride? Ta തിരിച്ചു പോവാണ്. Bye ta. Oh. So nice. My journey is always about the people I meet on the road. Yeah. എനിക്കതാണ് more important. More than the things I see or the food I eat. I think I can go in this car. Why not? Sabadi, how are you? Where are you going? This car, where are you going? Vientiane? No? അത് മറ്റേ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി ചോദിക്കാൻ. Maybe he can help me. Wow, so fast. Oh my god, so fast. നോക്കട്ടെ. I think he's also Chinese. China? No, Lao. Vientiane. Siliguri, okay. Where you going? Where are you going? Okay, Siliguri. Okay, my bag inside. Bag? No? Okay. Okay. Thank you. Bye. നേരെ ഇങ്ങോട്ടിടാം. You speak Lao? Sabadi. Somebody. That's only Lao, I know. You speak English? A little. Little. My English also little. Where you from? India. India. Let's go. Name? Albin. Albin. Yeah. Albin. Your name? Lat. Lad. Lad. Lao. Nice.
Lat. Easy name. Alabin. Alabin. That's also an easy name. How long have you been here? Lumbang. In Lumbang, 3 days. 3 days. Before that, I was in Luan Namda, 2 days. Before that, Botain, 3 days. Before that, China. 2 days you go. Now I'm going to Vientiane, Vientiane. 2 days. Then I go to Thailand. Yes. പാവം നമ്മുടെ എന്നെ 7 കിലോമീറ്റർ ഇപ്പുറം കൊണ്ടുപോയിട്ട് ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നല്ല തണലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഇവിടെ നിർത്തിയാൽ മതി. അപ്പം ഞാൻ പൊക്കോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഇവിടെ നിർത്തിയാൽ മതി, ഇവിടെ ഞാൻ വണ്ടി കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ അവിടം വരെ എത്തി. നമ്മുടെ ചേട്ടനെ കിട്ടി, ലാർജ് ചേട്ടനെ കിട്ടി. ഞാൻ ഗോയിങ് എങ്ങോട്ടോ എനിക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു വഴിയേ ഉള്ളൂ മുന്നോട്ട്. എവിടം വരെ പോകുന്നു അവിടം വരെ ഞാൻ. ഐ എം സിംഗിൾ. You, how many kids? Kids? 1, 2, 3. 8? No. Baby. 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 3. 3 babies. 3 baby. Nice. Tell my sabadi to everyone. Yeah. Cool. My wife and daughter Luang Prabang. Your daughter and wife in Lumbang. Okay. Luang Prabang. Lavo music. Can I make a little more sound? Okay. Oh, but Not working. Lavo music. Lavo mango. is mango sleep. Sleep. ഇത് കഴിച്ച് ഉറങ്ങിപ്പോ. I drive. Okay. When you drive. Okay, you're awake. Yes. നല്ല പുളിയാ. Lao Market. Samon market. Morning market. Samon. Samon market. Samon market. You go Vientiane. Vientiane? You back here. I Are you going right? turn right. Sanyaburi. Singapore? Huh? Thank you so much. Kop chai. Bye bye. നമ്മൾ ആ വഴിയാണ് വന്നത്. നമുക്ക് പോകേണ്ടത് വിയന്റിയൻ ഈ വഴിയാണ്. ചേട്ടൻ പോകുന്നത് ഈ വഴിയാണ്. സൈബറി എന്ന് പറഞ്ഞ സ്ഥലം, എലിഫൻറ്റ് കൺസർവേഷനൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ബട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അത് കുഴപ്പം തിരിച്ചിവിടം വരെ വരണം. 80 കിലോമീറ്റേഴ്സ്, എന്നാലേ വിയന്റിയൻ പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലേ ചേട്ടൻ അവിടെ പോയിട്ട് വരായിരുന്നു. ഇറ്റ്സ് എ പൊളി സ്ഥലം. ആൻഡ് സമയം 1:15. അതുകൊണ്ടോ ഫുഡ് അടിക്കണോ വേണ്ടോ എന്നുള്ളത് കൺഫ്യൂഷനിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം പൊളി ന്യൂഡിൽസ് ഉണ്ട്. ഇതാണ് നമ്മുടെ കൗസോയി. കടലാണെങ്കിൽ എല്ലാവരും എന്നെ നോക്കുകയും ചെയ്യുന്നു. ഹായ് എന്ത് ചെയ്യണം? ഐ ഡോണ്ട് നോ. നമുക്ക് 10-13 കിലോമീറ്റർ പോകാൻ വേണം. എനിക്ക് വലിയ വിശപ്പും ഇല്ല. എന്നാലും രാവിലത്തെ ഫുഡ് കഴിച്ചതും 10:30 1:30 3 മണിക്കൂർ ആയിട്ടുണ്ട്. സൂപ്പങ്ങ് അടിച്ചാലോ. കറക്റ്റ് ഇവിടെ തന്നെ വന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് അപ്പുറത്തുനിന്ന് മേടിച്ചിട്ട് എല്ലാവരും ഇവിടെ വന്നിരുന്ന് കഴിക്കുകയാണോ? എന്താണ് സെറ്റപ്പ്? ലെറ്റ്സ് സീ. Hello, Sabadi. Sabadi. Sabadi ton swa. Hello. എനിക്ക് കഴിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും തായോ? Nobody is here. Hi. ആരും അത്ര എക്സൈറ്റഡ് അല്ലല്ലോ എന്നെ കണ്ടിട്ട്. അങ്ങനെ വരേണ്ടതല്ലല്ലോ. ഫുഡ് ഓർഡർ ചെയ്ത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ. ഈ കൗസോയി എന്ന് പറഞ്ഞ സാധനം ഇപ്പം എൻ്റെ മെയിൻ ഭക്ഷണമായിരിക്കുകയാണ് ലാവോസിൽ. തായ് ഫുഡാണ്. തായ് ചിന്തന നമുക്ക് തായ്ലൻഡ് ചിന്തന നമുക്ക് ബാക്കി ഫുഡുകളൊക്കെ പരീക്ഷിക്കാം. അടിപൊളി ഫുഡാണ്. നമ്മൾ അടുത്ത പ്രൊവിൻസിലോട്ട് കയറുകയാണ്. ലുവാങ് പ്രബാങ് പ്രൊവിൻസ് കഴിഞ്ഞിട്ട് സവാരി. നൈസ് ഫുഡ് അടി കഴിഞ്ഞു. കൗസോയ്. ഇനി അടുത്ത വണ്ടി ഓടിക്കണം. നമുക്ക് ഈ തണലത്തോടുള്ള നിൽക്കാം. ഞാനിതൊഴി വരുന്നവരെയും പോകുന്നവരുടെ അടുത്തെല്ലാം ഹായ് സവാദി ഹായ്. അതാണോ 5-6 ദിവസം കഴിയുമ്പോഴത്തേനും നമുക്കൊരു രാജ്യത്തെ ആൾക്കാരോട്ടും കമ്പനി ആവുകയാണ് ഓട്ടോമാറ്റിക്കലി. എല്ലാവരും കാണും സവാദി. ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ എൻജോയ് ദിസ് മൊമെൻറ്റ്.
അതിപ്പോൾ എന്താണെങ്കിലും പൊടി പിടിച്ച വാഴയാണെങ്കിലും എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ലാവോ ചെമ്പരത്തി. പക്ഷെ ഇവിടെ നല്ല പൊടിയായി നിൽക്കുന്ന സൈഡിൽ. ഞാനങ്ങ് VNTന് എത്തുമ്പോഴത്തേനും എൻ്റെ മുഖം നല്ല സെറ്റായിരിക്കും. സവാദി, ഹൗ ആർ യു? ഹലോ, നീഹാ. പുള്ളിക്ക് മനസ്സിലായി നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന്. ഒരു അടിപൊളി കപ്പിളിനെ കണ്ടു. ഒരു ചെറു പ്രായമുണ്ട്, കുറച്ച് പ്രായം. അവർ ജോലി കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു, ഞാൻ ചിരിച്ച് കാണിച്ചു. എന്നിട്ട് ഞാൻ അടുത്ത് പോയിട്ട് ചോദിച്ചു, ടേക്ക് എ ഫോട്ടോ വിത്ത് യു. രണ്ടുപേരും നിർത്തി പോസ് ചെയ്ത്, എനിക്ക് ബോർ ചെയ്യാൻ നിൽക്കുകയല്ലേ, ഇവിടെ വണ്ടിയൊന്നും വരുന്നില്ലല്ലോ. അവരോട് ഒരു ഫോട്ടോ എടുത്തു, ഒരു സെൽഫി എടുത്തു, എന്നിട്ട് ഞാൻ പോയി. ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ആസ്വാദ്യകരമാക്കുന്നത്. സംഭവം ഞാൻ വെയിൽ കൊണ്ടും നടന്നും എൻ്റെ ഊപ്പാടുള്ളതി നിൽക്കുകയാണെങ്കിലും ഈ അപ്പച്ചനെ കണ്ടപ്പം ഒരു ചെറിയ ആശ്വാസം. പുള്ളി എനിക്ക് തോന്നുന്നു ചൂലുണ്ടാക്കുക എന്ന് തോന്നുന്നു. ഇപ്പോൾ ആ കൺഫ്യൂഷന് 2 വഴി കാണിക്കുന്നുണ്ട്. മാപ്സിനകത്ത് കാണിക്കുന്ന വേറെ, ഇവിടെ അവിടെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ടല്ലേ, അതിൽ കാണിക്കുന്ന വഴി വേറെ. പക്ഷേ മാപ്സിന് ഈ ഷോർട്ടസ്റ്റ് വഴിയാണ് കാണിക്കുന്നത്. ഇനി ഹൈവേ ആണോ എന്നുള്ളതാണ്. അപ്പം ഞാൻ ചൂല് കെട്ടാനുള്ള കമ്പി ഇതിനകത്തുനിന്ന് എടുക്കുമായിരുന്നു പാവം. ഈ പൊരി വെയിലത്തോട് ഇങ്ങനെ നടന്നപ്പം എനിക്ക് റോഡിൽ കിടന്ന് കിട്ടിയ ഒരു അമൂല്യ നിധിയാണിത്. വായിക്കാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? എനിക്കൊന്ന് പണ്ടിത് ഫ്രഞ്ച് കോളനി ആയിരുന്ന സമയത്തെയാണ്, 1912 എൻ്റെ പൊന്നെ, 10 സെൻറ്റിൻ്റെ ഒരു കോയിൻ. കുറേ നേരമായി ഞാനവിടെ വെയിൽ കൊണ്ട് നിൽക്കുന്നു. അപ്പോഴാണ് താഴെ എന്തോ ഒരു സംഭവം തിളങ്ങുന്ന ശ്രദ്ധിച്ചേ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെയിൽ കൊള്ളുമ്പോഴേ നമുക്ക് അതിന് കിട്ടുന്ന പ്രതിഫലമാണ് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ. ഒരു രക്ഷയില്ല. ഞാൻ ഞെട്ടിപ്പോയി. കണ്ടോ, ഇത് ഒറിജിനൽ ആണെങ്കിൽ അതൊന്നോ ഒരു 10 സെൻറ്റിൻ്റെ കോയിൻ. ഇവിടെ ഇപ്പോൾ ലാവോയിൽ ഇപ്പം കോയിൻസ് ഇല്ല. ഇവർ പണ്ട് ഫ്രഞ്ച് കോളനി ആയിരുന്ന ടൈമിലെ കോയിൻ ആയിരിക്കണം. ഐ എം നോട്ട് ഷുവർ ഒറിജിനൽ ആണോ എന്ന്. 1912 എന്നാണ് തോന്നുന്നു എഴുതിയേക്കുന്നത്. ഭയങ്കര സംഭവമായി പോയി. ഇവിടുത്തെ ഒരു കോയിൻ കിട്ടിയില്ലല്ലോ എന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചിരിക്കുവായിരുന്നു. കാരണം കറൻസീസ് ഉണ്ട്, നോട്ടുണ്ട്, അത് ഞാൻ കളക്ട് ചെയ്തു. പക്ഷെ കോയിൻ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. നിങ്ങൾ ഒരു മനുഷ്യനില്ല, ഞാനില്ല, അതുകൊണ്ട് നിങ്ങൾ അപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. സോ ഹാപ്പി. ഇനി ഒരു അരമണിക്കൂർ അവിടെ നിൽക്കാം. അതിനുള്ള എനർജി കിട്ടിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ ആണെങ്കിലും അല്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ലാവോയിൽ നിന്ന് കിട്ടിയ ഏറ്റവും അടിപൊളി സോവനിയറുകളിൽ ഒന്നാണിത്. 2 ചേട്ടന്മാർ എനിക്ക് റൈഡ് വന്നു. മേക്കിംഗ് വീഡിയോ. ഞാൻ വേറെ വണ്ടികൾ കൈയാണ് ചിരിക്കുമായിരുന്നു. അപ്പോൾ ഒന്നും നിർത്താൻ പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഡെസ്പെക്ട് ചെയ്യുന്നപ്പോഴത്തേന് ഞാൻ മൈൻഡ് ചെയ്യാൻ നിൽക്കുമായിരുന്നു ഏതൊക്കെ വണ്ടി പോകുന്നു. അപ്പോഴത്തേനും ഒരു വണ്ടി എൻ്റെ അടുത്തോട്ട് തന്നെ നിൽക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ എന്നിട്ട് വരുന്ന കയറ്റി പോകുന്ന വഴിക്കാണ്. വാട്ട്സ് യുവർ നെയിം? Ian, nice name. And your name, brother? Toy. Toy. Yeah. Toy and Ian. Where are you from? From Vientiane. Vientiane? Yes. Oh, I'm going to Vientiane. Oh. Yeah, cool. So you're working here? Working? Yeah. What is your job? Like sale. Sales. Yeah. Sale. Cool. What are you selling? Tools. Tools. Yeah. Tool. Oh, nice. I was also working in sales, but I was selling car. Mazda cars. ഇപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ കണ്ടിട്ട് നേരെ പോയിട്ട് യൂട്യൂബ് എടുത്ത് തിരിച്ചു വന്നതാണ്. ഓ, നല്ല മനുഷ്യൻ. ആരാ പറഞ്ഞു ഇവിടെ ഷേക്ക് ചെയ്യാൻ പാടാണ്? ഇങ്ങനത്തെ മനുഷ്യരോടുണ്ട്. This road is really nice. Yeah. And you are a good driver. Amazing. Road from Luang Namta to Luang Prabang. Oh my god. Yeah. It was very bad. Very bad. Very bad. Oh, this is We are already the here. road to go to Kasi. Okay. So And you're going right. I going right to Okay. Mung Nan. You Mung Na? Yes. Okay, I'll come next time to Mung Na. Have a nice trip. Have a safe trip. You too. Yeah. Enjoy your life. Enjoy your life. Good luck for your marriage luck. after 2 years. If I am in Lao, I will come for your marriage. Yeah. Okay. Thanks, bro. See you next time. Thank you. See you next time. Bye-bye. പക്ഷെ രണ്ടുപേരും ഫേസ്ബുക്ക് ഒന്ന് മേടിക്കാൻ വിട്ടുപോയി. ഹൗ വിൽ ഐ ഗോ ഫോർ ഹിസ് മാരേജ്? വരാമെന്ന് പറയുകയും ചെയ്തല്ലോ. അയ്യോടാ,
He was a very nice guy. ഒരു അടിപൊളി മനുഷ്യൻ. എൻ്റെ അടുത്ത് പറഞ്ഞു ചാർജ്, എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു 1 മണിക്കൂർ 1 മണിക്കൂറായിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഐ സോ യു, ഞാൻ പാസ് ചെയ്ത് പോയി, എന്നിട്ട് ഞാൻ യൂട്യൂബ് എടുത്ത് വന്നതാണ്. സോ നൈസ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു വെയിറ്റ് ടയേർഡ് 1 hour അവിടെ നിന്നപ്പോൾ ബോറടിച്ചോ. ഞാൻ പറഞ്ഞു ഞാൻ പാട്ടൊക്കെ പാടി അതുവഴി വരുന്നിടത്ത് സവാരിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കായിരുന്നു പറഞ്ഞു. പിന്നെ എനിക്ക് കിട്ടിയ കോയിൻ കാണിച്ചു കൊടുത്തു. എനിക്ക് ചാർജർ എടുത്ത് വന്നു കാറിൽ, ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, എൻ്റെ പവർ ബാങ്ക് ഉണ്ട്, ഇറ്റ്സ് ഓക്കെ. അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട 30 കിലോമീറ്റർ ഞങ്ങൾ 3 മിനിറ്റ് കൊണ്ട് എത്തിയ പോലായിരുന്നു. വളരെ ഫാസ്റ്റ് ആൻഡ് ഇറ്റ് വാസ് റിയലി ഫൺ. അപ്പോൾ അടുത്ത സ്ഥലമെത്തി. സ്ഥലത്തിൻ്റെ പേര് പിങ് പോങ് അങ്ങനെ കണ്ട, ഫിങ് അങ്ങനെ കണ്ട. ഇനി ഇവിടുന്ന് നേരെ കാശിക്ക് പോയി. ഞാൻ കാശി കിട്ടി, അടുത്ത വണ്ടി കിട്ടി. റേഞ്ച് റോവർ, നൈസ് കാർ. ജീവിതത്തിൽ ആദ്യമായിട്ട്. പെട്ടു. താങ്ക് യു. അവരിവിടം വരെ ഉള്ളൂ. കാസി എത്തി. ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ ചായ കുടിക്കാൻ. ഇതാണ് സ്ഥലം, കഫേ ആമസോൺ. അവരെന്നെ ഇവിടം വരെ എത്തിച്ചിട്ട് വീട്ടിലേക്ക് പോയി. പുള്ളിയുടെ വീട് ഇവിടെ നേരെ അപ്പുറയാണ്. എൻ്റെ അത് പറഞ്ഞ് നമുക്കെന്നൊരു കോഫി കുടിച്ചിട്ട് ബിരിയാണി. ഞാൻ പറയാം വൈ നോട്ട്, ഓൾവേസ് റെഡി ഫോർ എ കോഫി. ഇവിടെ നിന്ന് എനിക്കിനി ഒരു 1 മണിക്കൂറുണ്ട്, 60 കിലോമീറ്റർ. ഇറ്റ്സ് ഓക്കെ. 4:45 ഉള്ളൂ. നമ്മുടെ അവിടെ വിയൻറ്റൈൻ ക്യാപിറ്റൽ വരെ പോകുന്നില്ല. പ്ലാൻ ബി തന്നെ പഠിക്കുകയാണ്, വാങ് വിയങ്. അവിടെ ഹോസ്റ്റലിൽ കയറിയുന്ന ബാക്കി നാളെ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, പോവാം. ബൈ. താങ്ക്സ് ഫോർ ദ കോഫി. ബൈ. See you. I'm so sorry. No problem, no worries. Good trip. Thank you so much. പുള്ളി ഞാൻ കോഫി കുടിച്ചുകൊണ്ട് നമ്മൾ കണ്ടതാ. അപ്പോൾ ഹി വാസ് ലൈക്ക്, പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയി എൻ്റെ ട്രിപ്പിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക്. ഹി ടോൾ വി ആർ ഗോയിങ് ദാറ്റ് സൈഡ്. അപ്പോൾ ഞാൻ ചോദിച്ചു ക്യാൻ ഐ കം വിത്ത് യു? ഇറ്റ്സ് ലൈക്ക് യാ വൈ നോട്ട്. കുറച്ച് ഞാൻ എൻ്റെ അടുത്ത് ആകുന്നുണ്ട് ഐ ആം സോ സോറി, കൈയൊക്കെ കൂപ്പിയിട്ട് ഐ ആം സോ സോറി, ഇറ്റ്സ് നോട്ട് മൈ കാർ, ഇറ്റ്സ് മൈ ഫ്രണ്ട്സ് കാർ. പക്ഷേ his thinking is different. എനിക്ക് കാര്യം മനസ്സിലായി. I was like no problem brother, Shay, thank you so much, I'll find another ride. നമ്മൾ ഇന്നലെ തുടങ്ങിയ പരിപാടിയാണ്. Nice coffee. Oh, it's a full family. അതിനകത്തൊരു ഫാമിലി മൊത്തം ഉണ്ട്, ഡിക്കിയിൽ വരെ ആള്. ഹായ്, എല്ലാവരോടും ഹായ് പറഞ്ഞു, ഹാപ്പി ആയിട്ട്. Can I come with you? അടിപൊളി ഒരു ട്രക്കായിരുന്നു. ലുക്ക് അറ്റ് ദിസ് അമ്മച്ചി. Cool bro. ഭയങ്കര പൊടിയാ ഇവിടെ, പൊടി. That's another പൊളി വണ്ടി. Hey. Hi.
Sabadi, how are you? Fine, you? I'm tired. Where you go? Huh? Where you I don't know. എന്താ ചോദിച്ചെന്ന് ഞാൻ കേട്ടില്ല. Hi brother, how are you? I'm good. Good. Where are you going? I'm going to Wang Vieng. Oh, go on here. Okay. Yeah, I'm waiting for a car, but nobody is stopping. Oh yeah. So, but you can take the van or the. No, I don't go in one. I go only in cars. Only. I stop car vehicles and I go. Okay. Yeah. Okay. Have a good day. Thank you, thank you. Good day for you too. Enjoy. I love that guy. ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് he came to me and he asked me how are you. So nice, brother. Thank you so much. ഇതൊരു പോകുന്ന ആൾക്കാരെ കൈ കാണിച്ച് ഞാൻ ചില്ല് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ടിപ്പിക്കൽ ലാവോ വീട് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഒരു ലാവോസിൻ്റെ ഫ്ലാഗും ഒരു കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗും. നമുക്കുള്ള റൈഡ് വരുന്നതിനകത്ത് ഞാൻ ഈ കോൾഡ് കോഫി കുടിച്ച് ഇവിടെ ഇങ്ങനെ ഈ പമ്പിൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ്. പക്ഷെ വണ്ടികളൊന്നും നിൽക്കുന്നില്ല, നിർത്തുന്നില്ല. ഒരു മിനി വാൻ നിർത്തി പുള്ളി ഹേയ് മാൻ വൈ യു വാണ്ട് ടു ഗോ. ഇവിടുത്തെ ലാവുകാരനാ. ഞാൻ പറഞ്ഞു വിയൻറ്റൈൻ വാൻ കിട്ടുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ വിയൻറ്റൈൻ വരെയെങ്കിലും എത്തണ്ടേ. പുള്ളി പറഞ്ഞു ഐ എം ഗോയിങ് ടു വാങ്വിയാൻ. വാങ്വിയാൻ ഇവിടുന്ന് 1 മണിക്കൂർ 60 kilometers 50,000 കിപ്പ് $5 നിയർലി $6 ആയി. I don't know 5.5 something. ഞാൻ പറഞ്ഞു വേണ്ട താങ്ക് യു നമ്മൾ ഇവിടം വരെ കഷ്ടപ്പെട്ടെത്തിയിട്ട് ഇനി വാനിൽ കയറുന്നത് ശരിയല്ലല്ലോ. വിൽ വെയിറ്റ് ഫോർ ദ റൈഡ്. ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങി. ഹായ്. ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങി ബട്ട് ഇറ്റ്സ് ഓക്കെ. വി വിൽ മേക്ക് ഇറ്റ്. 60 kilometers is nothing. ഇനി ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഇവിടെ വല്ല കിടന്നുറങ്ങും. ഞാൻ ഇങ്ങോട്ടും ബാഗ് ചാരി വെച്ചിട്ട് കിടന്നുറങ്ങും. അല്ല ഇപ്പം എന്തോ ചെയ്യാനാ, അല്ലാതെ ഇപ്പം എന്തോ ചെയ്യാനാ. പാവം നല്ല ഫ്രണ്ട്ലി ആൾക്കാരാ. സവാദി വാങ്ങിങ് കിടക്കാം. ഓക്കെ. നീണ്ട കാത്തുനിൽപ്പിനൊടുവിൽ ഓൾമോസ്റ്റ് 1 മണിക്കൂർ ഒരു ചേട്ടൻ നമ്മളെ രക്ഷിക്കാൻ എത്തി. വാട്ട്സ് യുവർ നെയിം? നെയിം NC Kamtong. NC Kamtong. Yes. NC Kamtong. And you're from Wang Vieng? Wang Vieng. Wang Vieng കാരനാണ്. NC Kamtong. Thank you so much brother. Kop chai. Okay. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നൗ ബി ഷുവർ ഞാൻ നേരെ അവിടെ എത്തും. അവിടെ ചെന്നിട്ട് ഗസ്റ്റ് ഹൗസ് കണ്ടുപിടിക്കുക, അവിടെ കയറുക, കുളിക്കുക, സമാധിയാകുക. അപ്പം നാളെ നമ്മൾ വാൻ വിയാങ് ടു വിയൻറ്റൈൻ പോകുന്നതായിരിക്കും. See you tomorrow. വാൻ വിയങ്ങിലെത്തി നമ്മളങ്ങനെ ഫൈനലി. ചേട്ടൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. ഇവിടെ മൊത്തത്തിലൊരു ഉത്സവപ്പറമ്പ് വൈബാണ്. ഇനി ഒരു ഹോസ്റ്റൽ കണ്ടുപിടിക്കണം. റിയൽ ബാക്ക് പാക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലാണ് ഞാൻ തപ്പുന്നത്. ലെറ്റ്സ് സീ. മൊത്തത്തിലൊരു ഉത്സവപ്പറമ്പാണ് ഇവിടെ. ഹോസ്റ്റൽ കണ്ടുപിടിച്ചു. ധാരാ പുറകെ കാണുന്നതാണ് റിയൽ ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റൽ. അവിടെയാണ് ഇന്ന് താമസം. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. എൻ്റെ ഫ്രെയിമിൽ ഒന്ന് കയറി ആകെ കോമഡിയായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ അത്താഴം കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാണാം.